രാജ്യത്ത് വഖഫ് ഭേദഗതി നിയമം നിലവിൽ വന്നു. അതുകൊണ്ട് തന്നെ ഇനി മുനമ്പത്തുകാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ റവന്യൂവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെല്ലാം പരിഹരിക്കണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേരള സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. ഇതേ സമയത്ത് തന്നെ വഖഫിൻ്റെ മന്ത്രി അബ്ദുറഹ്മാൻ വന്നിട്ട് പറയുന്നു, മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബുൾഡോസർ വന്നെ, പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വഖഫ് ഭേദഗതി നടപ്പാകില്ല എന്നാണ്. എന്താ അങ്ങനെ ഉദ്ദേശിച്ചത്? മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തിനാണ് ബുൾഡോസർ വരുന്നത്? വഖഫ് ഭേദഗതി നിയമം വന്നുകൊണ്ട്. വഖഫ് ഭേദഗതി നിയമം വസ്തുവിൻ്റെ ഉടമസ്ഥതയെ ചൊല്ലിയാണ്, അല്ലാതെ അതിനുള്ള കൺസ്ട്രക്ഷനെ ചൊല്ലിയല്ല. ഈ അബ്ദുറഹ്മാൻ എന്തിനാണ് ആൾക്കാരെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എനിക്കറിയില്ല. മുനമ്പത്തെ പ്രശ്നത്തിന് ഈ അറ്റം വരെ ഒന്നും പോകേണ്ട ഒരു കാര്യമില്ല. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സമിതിയിലുള്ള ആളാണെന്നാണ് എൻ്റെ വിചാരം, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. അദ്ദേഹം തുടക്കത്തിൽ ഇതിന് പരിഹാരം പറഞ്ഞിരുന്നു. കാരണം ഈ മുനമ്പത്തെ പ്രശ്നം ഉണ്ടാവാൻ കാരണം നിസാർ കമ്മീഷൻ റിപ്പോർട്ടാണ്. ഞാനതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നിസാർ കമ്മീഷൻ റിപ്പോർട്ടാണ് ഈ വഖഫ് ബോർഡിനെ ഫോഴ്സ് ചെയ്യുന്നത്. മുനമ്പത്തെ ഭൂമി നിങ്ങൾ എടുക്കണം. വഖഫ് എടുത്തെങ്കിലും അവരുടെ രജിസ്റ്ററിൽ ചേർക്കുക, അങ്ങനെയൊന്നും ഉണ്ടായില്ല. അത് വരാൻ പിന്നെയും താമസിച്ചു. 2019 അങ്ങനെ കൊണ്ടാണ് രജിസ്റ്ററിൽ ചേർക്കുന്നത്. ഇപ്പോൾ ഈ നിസാർ കമ്മീഷൻ റിപ്പോർട്ടിലെ ഈ ഭാഗം ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ വഖഫ് ബോർഡിൻ്റെ ആ തീരുമാനം ഓട്ടോമാറ്റിക്കലി ക്യാൻസലാവും. മുനമ്പത്തെ അപ്പോൾ പിന്നെ മുനമ്പം ഈസ് ഫ്രീ. ബാക്കി പിന്നെ റവന്യൂ അധികാരങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ തഹസിൽദാർക്ക് ഉത്തരവ് കൊടുത്താൽ മതി, അവരുടെ ടാക്സ് വാങ്ങിച്ചോ, ബാക്കിയെല്ലാം കഴിഞ്ഞു, പ്രശ്നം കഴിഞ്ഞു. ഇതാണ് എനിക്ക് തോന്നുന്നു VD സതീശൻ പറയുന്നില്ലേ, 10 മിനിറ്റ് കൊണ്ട് മുഖ്യമന്ത്രി വിചാരിച്ചാൽ പ്രശ്നം തീരുമെന്ന്. ഇതായിരിക്കണം VD സതീശൻ്റെയും ഐഡിയ. മുഹമ്മദ് ഷായി ഈ ഐഡിയ പറഞ്ഞെങ്കിലും അത് മുസ്ലിം ലീഗിനുള്ളിൽ തന്നെ സ്വീകരിക്കപ്പെട്ടോ എന്ന് എനിക്ക് സംശയം. കാരണം പിന്നീട് ആരും അതേപ്പറ്റി പറഞ്ഞു കേട്ടില്ല. ഞാൻ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് എടുത്ത് നോക്കി, ശരിയാണ്. നിസാർ കമ്മീഷൻ 23 റിപ്പോർട്ടോ മറ്റോ കൊടുത്തിട്ടുണ്ട് അച്യുതാനന്ദൻ്റെ കാലത്ത്. അച്യുതാനന്ദൻ തന്നെ വെച്ചതാണ്. അത് വഖഫ് ഭൂമി അന്യാധീനപ്പെടുന്നു എന്നുള്ള നിരന്തര പരാതികളുടെ പുറത്താണ് ഈ കമ്മീഷനെ വയ്ക്കുന്നത്. ഇത് കമ്മീഷൻ, നിസാർ കമ്മീഷൻ എത്ര നിശ്ചിതമായിട്ടാണ് വഖഫ് ബോർഡിനെ വിമർശിച്ചിരിക്കുന്നത് അറിയാമോ? നിങ്ങൾ മുഴുവൻ ധൂർത്താണ്, പിടിപ്പ് കേടാണ്, കെടുകാര്യസ്ഥതയാണ്, നിങ്ങളിപ്പോൾ അത് ചെയ്ത് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണമാണ് ഈ മുനമ്പം ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ വഖഫ് ബോർഡ് ഇതിനെല്ലാം റെസിസ്റ്റ് ചെയ്യുക ചെയ്തത്. നിസാർ കമ്മീഷൻ്റെ കണ്ടെത്തൽ ശരിയല്ല, അവർക്ക് അവരുടെ തടി രക്ഷിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ മുനമ്പത്തിൻ്റെ കാര്യത്തിലും അവർ പറഞ്ഞു, നമ്മുടെ അല്ല, ഞങ്ങൾ ദുരുപയോഗം ചെയ്തിട്ട് ഞങ്ങളുടെ അല്ല, അല്ലല്ല അത് നിങ്ങളെ തന്നെയാണ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ അബ്ദുറഹ്മാനെ സംബന്ധിച്ചിടത്തോളം ഈ ഇഷ്യൂ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഒരു വശത്ത് വഖഫ് ബോർഡ്, മറുവശത്ത് ഫറൂഖ് കോളേജ് ആണല്ലോ. ഇവർ മുനമ്പത്തുകാരും മൂന്നാം കക്ഷിയാണ്. അതുകൊണ്ടാണ് ഇന്നലെ വാർത്ത കണ്ടില്ലേ, മുനമ്പത്തുകാരെ ഈ വഖഫ് ട്രിബ്യൂണലിലെ തർക്കത്തിൽ മുനമ്പത്തുകാരെ കക്ഷി ചേരാൻ അനുവദിച്ചു. അവർ മൂന്നാം കക്ഷിയാണ്. ആദ്യത്തെ 2 കക്ഷികളാരാ? ഒന്ന് വഖഫ് ബോർഡ്, മറ്റത് ഫറൂഖ് കോളേജ്. 2 പേരും മുസ്ലിങ്ങളല്ലേ. വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ മുസ്ലിമാണ്, വഖഫ് ബോർഡ് മൊത്തം മുസ്ലിമാണ്, വഖഫ് ബോർഡിൻ്റെ മന്ത്രി മുസ്ലിമാണ്. ഇപ്പോൾ മുസ്ലിങ്ങൾ തമ്മിലാണ് തർക്കം, ഇത് വഖഫ് ഭൂമിയാണോ അല്ലേ എന്നുള്ളത്. അത് അമിക്കബിളായിട്ട് സെറ്റിൽ ചെയ്തുകൂടെ? ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞാലും അത് മുസ്ലിങ്ങളുടെ ഭൂമിയാണ്. വഖഫ് ബോർഡിൻ്റെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിൻ്റെ ഭൂമിയാണ്. ബട്ട് വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുഴപ്പത്തിലാകും മുനമ്പത്തുകാർ. കാരണം അവർ ഫറൂഖ് കോളേജിന് കാശ് കൊടുത്ത് മേടിച്ചതാണ്. ഈ കുരുക്കിൽ ഡീസൻ്റായിട്ട് തീർക്കാവുന്നത് ആകെ വഖഫ് ട്രിബ്യൂണലിൽ പറയുന്നു, യെസ് ഇത് ഇവരുടെയാണ്, നമ്മളെ ഫറൂഖ് കോളേജിൻ്റെ ആണെന്ന്. അവിടെ വെച്ച് പ്രശ്നം തീരും. ഫറൂഖ് കോളേജിനാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ബാക്കി ഡീലിങ്സ് എല്ലാം ലീഗലായി കഴിയും. പഴയപടി സന്തോഷമായിട്ട് മുനമ്പത്തുകാർക്ക് കഴിയും. ഇത് ഇത്ര സിമ്പിളായിട്ട് അബ്ദുറഹ്മാന് സോൾവ് ചെയ്യാം, പിണറായി വിജയന് സോൾവ് ചെയ്യാം, വഖഫ് ട്രിബ്യൂണലിന് സോൾവ് ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. ബട്ട് ചെയ്യുന്നില്ല. എന്നിട്ട് കുറ്റം ബുൾഡോസറിന്. അതൊക്കെ വെറുതെ പറയുന്നതാണ്.
യു നോ ദ ഇഷ്യൂ, യു നോ ദ സൊല്യൂഷൻ, പ്ലീസ് ഡൂ ദാറ്റ്. ഇതിങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നത് ഇപ്പോൾ LDFനും UDFനും ഒരു തോന്നലുണ്ട്. മുനമ്പം ഇഷ്യൂ ക്രിസ്ത്യാനികൾക്ക് ഫേവറബിളായിട്ട് സെറ്റിൽ ചെയ്തു എന്ന് വെച്ചോ. അങ്ങനെ വേണം സെറ്റിൽ ചെയ്യാൻ, അതാണ് സത്യവും. അങ്ങനെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ വോട്ട് എത്ര കിട്ടും നമുക്ക്? വലുതായിട്ടൊന്നും കിട്ടാനില്ല. ബട്ട് മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് സെറ്റിൽ ചെയ്താൽ മുസ്ലിം വോട്ട് ഉറപ്പാകും. വാസ്തവത്തിൽ അതും ഉറപ്പില്ല. കാരണം ഇതിൻ്റെ രണ്ട് വശത്തും മുസ്ലിങ്ങളാണെന്നേ. ഫാറൂഖ് കോളേജ് നടത്തുന്നത് മുസ്ലിങ്ങളല്ലേ? അതെ. അവരെന്താ കുറഞ്ഞ മുസ്ലിങ്ങളാണോ? ഇവർ മീശയുള്ള മുസ്ലിങ്ങളും അവർ ദാടിയുള്ള മുസ്ലിങ്ങളുമാണ്. എന്തോ അവരുടെ ഇത് വ്യത്യാസമുണ്ട് കേട്ടോ, ചെറിയ വ്യത്യാസമുണ്ട്. മറ്റേ അവരുടെ സെക്ഷൻസ് ഉണ്ടല്ലോ, മുജാഹിദ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ആ വ്യത്യാസമുണ്ട് ഫാറൂഖ് കോളേജും മറ്റുള്ളവരും തമ്മിൽ. ബട്ട് അതിരിക്കെ തന്നെ അവർ ഫാറൂഖ് കോളേജ് വളരെ പഴക്കമുള്ളൊരു കോളേജാണ്. എത്രയോ കാലമായിട്ട് അവരത് നടത്തുന്നു. അവരും എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ കാണിച്ചു കാണും. ഒരു കോളേജ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അബദ്ധങ്ങളുടെ കൂടാരമാണ്. അത് അറിഞ്ഞുകൊണ്ടുള്ള തെറ്റ്, അറിയാതെയുള്ള തെറ്റ്, ഇതൊക്കെ സംഭവിച്ചു കാണും. ബട്ട് ബ്രോഡ്ലി ദേ ബിലോങ് ടു യുവർ കമ്മ്യൂണിറ്റി. വഖഫിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ക്രിസ്ത്യാനികൾക്ക് സൗജന്യമൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ മുസ്ലിങ്ങൾക്കാണ് സൗജന്യം ചെയ്യുന്നത്, ഫാറൂഖ് കോളേജിനാണ് സൗജന്യം ചെയ്യുന്നത്. ഈ സത്താർ സേട്ടു ഇത് എഴുതി വെച്ചതും ഫാറൂഖ് കോളേജിൻ്റെ പേരിലാണ്. അത് ഗിഫ്റ്റാണോ വഖഫാണോ എന്നുള്ള തർക്കത്തിലാണ് ഇത് വഖഫാണ് എന്നൊക്കെ പറഞ്ഞ് ക്ലെയിം ചെയ്യുന്നത്. ബട്ട് ആ ഡീഡ് ശരിക്കും വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത് ഗിഫ്റ്റ് ഡീഡാണ്. അല്ലെങ്കിൽ ഫാറൂഖ് കോളേജിൻ്റെ പേര് അതിൽ വരേണ്ട കാര്യമില്ല. വഖഫ് പടച്ചോന് കൊടുക്കുന്നില്ല, അങ്ങ് പടച്ചോന് കൊടുത്താൽ പോരെ. പടച്ചോന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡിന് കൊടുക്കുകയാണ്, വഖഫ് ബോർഡിനെ ഏൽപ്പിക്കുക. വഖഫ് ബോർഡ് അത് ഫാറൂഖ് കോളേജിന് കൊടുക്കുകയോ വേറെ ആർക്കെങ്കിലും കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ സത്താർ സേട്ടു ഇത് വഖഫ് ബോർഡിന് വേണമായിരുന്നു കൊടുക്കാൻ. അതെന്താ കൊടുക്കാൻ? ഞാൻ ഫാറൂഖ് കോളേജിന് കൊടുത്തു. അതിനർത്ഥം ഫാറൂഖ് കോളേജിന് ദാനം ചെയ്തെന്നല്ലേ? അതെ. ഇപ്പോൾ ഇവരുടെ ന്യായം എന്താണെന്നറിയാമോ? ഞാൻ കഷ്ടപ്പാടിൽ നിൽക്കുന്നു, ഒരു മുസ്ലിം എന്നെ സഹായിക്കുന്നു, ഒരു 10,000 രൂപ മോഹൻദാസ് ചെയ്തിരിക്കട്ടെ, പടച്ചോൻ മോഹൻദാസിന് നല്ലത് വരുത്തും. ഈ സാധനം വഖഫായി. പടച്ചോൻ എന്ന് പറഞ്ഞില്ലേ? പടച്ചോൻ എന്ന് പറഞ്ഞിട്ടല്ലേ കാശ് തന്നെ? അതെ. അപ്പോൾ ഈ കാശ് മോഹൻദാസിൻ്റെ അല്ല, പടച്ചോൻ്റെ ആണ് എന്നും പറഞ്ഞിട്ട് ഇത് വഖഫ് ബോർഡ് കൊണ്ടുപോകും. എന്നെ സഹായിക്കാൻ നിന്ന് മുസ്ലിമും അന്തം വിട്ടുപോകും. സഹായം കിട്ടിയല്ലോ എന്ന് ഓർത്ത് ആശ്വസിക്കാൻ നിന്ന് ഞാനും അന്തം വിട്ടുപോകും. മൂന്നാമനും ഈ കാശ് അടിച്ചുകൊണ്ട് പോകും. ഈ പടച്ച തമ്പുരാനെന്ന് പറഞ്ഞു പോയി. ഇത് ഇത്രയേ ഉള്ളൂ കുഴപ്പം. അയാളൊരു നല്ല മനുഷ്യൻ, നമ്മളെല്ലാം ദൈവം നിങ്ങളെ സഹായിക്കും കേട്ടോ, എന്തെങ്കിലും ഇത്രയേ ഉള്ളൂ, ഇതിരിക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ പേര് പറഞ്ഞു, കഴിഞ്ഞു. ജോക്ക്. ഇതാണ് വഖഫ്. അപ്പോൾ ഇതിൽ ഈ പിടിവാശി ഉപേക്ഷിച്ചിട്ട് സർക്കാരിന് ഇത് നിമിഷം കൊണ്ട് തീർക്കാം. ഇനി ഞാൻ പറയാം, ഇപ്പോൾ CNR കമ്മീഷൻ വന്നിട്ടുണ്ടല്ലോ, റിട്ടയർഡ് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ സാറ്. ഞാൻ CNR എന്ന് പറയുന്ന അദ്ദേഹത്തോടുള്ള ബഹുമാനക്കുറവുകൊണ്ടല്ല കേട്ടോ, വളരെ പോപ്പുലറായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന CNR. എനിക്ക് വലിയ റെസ്പെക്റ്റുള്ള മനുഷ്യനാണ്. CNR കമ്മീഷൻ്റെ റിപ്പോർട്ട് നിങ്ങൾ നോക്കിക്കോ, അതൊരു എർത്ത് ഷേക്കിംഗ്, പാത്ത് ബ്രേക്കിംഗ് റിപ്പോർട്ടായിരിക്കും. സാധ്യതയുണ്ടോ? സർക്കാർ നിയമിച്ചല്ലേ? ആ റിപ്പോർട്ട് നിങ്ങൾ നോക്കി, ഇതുപോലത്തെ ഈ ഏടാകൂടം പിടിച്ച കുരുക്കുകൾ ധൈര്യമായിട്ട് അഴിക്കുന്ന ഒരു സ്വഭാവം നേരത്തെ മുതൽ രാമേന്ദ്രൻ നായർ സാറിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റുകൾ, ഞാനിപ്പോൾ സമയക്കുറവ് കൊണ്ട് വലിയ ജഡ്ജ്മെൻറ്റുകളെ പറ്റി പറയുന്നു. വലിയ ഫ്ലാറ്റുകൾ, അതിൻ്റെ നടുക്ക് ഒരു 10 സെൻറ്റ് സ്ഥലം അല്ലെ 12 സെൻറ്റ് സ്ഥലം, നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം കൊണ്ട് അത് നികത്താൻ പാടില്ല. രാമേന്ദ്രൻ നായർ സാർ ജഡ്ജ്മെൻ്റ് എഴുതി, പോക്കൃത്തരം കാണിക്കരുത്, നാടാകെ നിങ്ങൾക്ക് നെൽവയൽ നിർത്തണത്, അവർക്കെല്ലാം എക്സെപ്ഷൻ കൊടുത്തിരിക്കുന്നു മന്ത്രിസഭ, ഈ പാവത്തിന് മാത്രം കൊടുക്കുകയില്ല. ഇത് വെച്ചിട്ടാണോടാ നീ പരിസ്ഥിതി സംരക്ഷിക്കാൻ എഴുതും ബോർഡാണ്, ധൈര്യമായിട്ട് അതും കൂടെ നികത്തിക്കൊള്ളാൻ പറഞ്ഞ ഓർഡർ ഇട്ട ആളാണ് രാമേന്ദ്രൻ നായർ സാർ. ഞാനതാ പറയുന്നത്, ഒരു ഫ്രഷ് തിങ്കിങ്, ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ഉള്ള ആളാണ് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ സാർ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കടലാസുകളെല്ലാം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം നല്ല ഒന്നാം തരം റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കും. ആ റിപ്പോർട്ടായിരിക്കും ഒരുപക്ഷെ ഈ വഖഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആവാൻ പോകുന്നത്. ഇനി അതും പിണറായി വിജയൻ സമ്മതിക്കാതെ കള്ളക്കളി കാണിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകും, വലിയ തിരിച്ചടി ഉണ്ടാകും. അപ്പോൾ ഒറ്റ സംശയമായിട്ട് ചോദിച്ചാൽ, ഈ പറയുന്ന റവന്യൂ വകുപ്പിലെ പ്രശ്നങ്ങളാണല്ലോ മുനമ്പത്തുകാർക്ക് ബാധിക്കുന്നത്, അതിന് ഒരു പരിഹാരവും ഈ സർക്കാർ ഉണ്ടാക്കില്ല എന്നാണ് പറയുന്നത്. അവരുടെ വാശിയാണ്. അവർ വിചാരിച്ചാൽ ഉണ്ടാക്കാൻ പറ്റും.
അവരുടെ വാശിയാണത്. അതാണ് ആ വാശി പിടിച്ചിട്ട് ഇപ്പൊ തൽക്കാലം ഒന്നും ചെയ്യില്ല എന്നാണോ പറഞ്ഞു വരുന്നതെന്നാ? ആ തൽക്കാലം അവരൊന്നും ചെയ്യില്ല. ഞാൻ അവരോട് പറയുന്നത്, നിങ്ങളൊന്നുമില്ലെങ്കിൽ എൻ്റെ ഉത്തമ ബോധ്യത്തിൽ രാമേന്ദ്രൻ നായർ സാറിൻ്റെ കമ്മീഷൻ റിപ്പോർട്ട് ഇതിൻ്റെ ഒരു സൊല്യൂഷനായിരിക്കും, ലീഗൽ ആൻഡ് പ്രാക്ടിക്കൽ, ആർക്കും കേടില്ലാതെ. അതുപോലും സമ്മതിക്കാതെ ഒരു പക്ഷേ പിണറായി വിജയൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ദെൻ അത് വലിയ പ്രയാസമാണ്. ഉറപ്പായിട്ട് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകും. അതിൻ്റെ ഗുണം BJPക്ക് ആയിരിക്കും കിട്ടുക, UDFന് കിട്ടുമെന്ന് അവർ മോഹിക്കേണ്ട. അപ്പോൾ നമുക്ക് കാത്തിരുന്നാൽ മാത്രമേ സർക്കാരിൻ്റെ നിലപാടിന് വ്യക്തമാവുകയുള്ളൂ. സർക്കാർ ഇത് ഇനിയും നിരക്കി കൊണ്ടുപോകും. രാമേന്ദ്രൻ നായർ സാർ റിപ്പോർട്ട് കൊടുക്കും, ആ റിപ്പോർട്ട് ഇവർ പുറത്തു വിടില്ല, അത് മന്ത്രിസഭ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കള്ളത്തരം മുഴുവൻ കാണിക്കുക. അതാണ് പിണറായിയുടെ ഒരു സ്റ്റൈല്. ഇവിടെ അതിന് സംഭവിക്കും നോക്കല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.